ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖുറാനിൽ കൈവച്ചായിരിക്കും മംദാനി സത്യപ്രതിജ്ഞ ചെയ്യുക. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ സബ്വേ സ്റ്റേഷനിലാണ് മംദാനിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഫൈസൽ ഹംസയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫൈസൽ ഹംസ, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഫൈസൽ ഹംസ, പുതുവർഷത്തിൽ തുടങ്ങുകയാണ് നമ്മുടെ മംദാനി തുടങ്ങുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലാണല്ലോ. ഒന്ന്, അടഞ്ഞുകിടക്കുന്ന സബ്വേ സ്റ്റേഷനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വേദി. സത്യപ്രതിജ്ഞ ചെയ്യുന്നതാവട്ടെ വലിയ രീതിയിൽ വംശീയ അധിക്ഷേപവും വംശീയ വിവേചനവും ഒക്കെ ലോകത്ത് നടക്കുന്ന സമയത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഖുറാനിൽ കൈവച്ചുകൊണ്ടാണ് അല്ലേ? വ്യത്യസ്തത നിറഞ്ഞതാണ് മംദാനിയുടെ തുടക്കവും അല്ലേ ഫൈസൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ കുമാർ, ഹാപ്പി ന്യൂ ഇയർ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പക്ഷേ 2025 ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച യുവ നേതാക്കളിൽ ഒരാൾ സൊഹ്റാൻ മംദാനി തന്നെയായിരിക്കും. അദ്ദേഹം ഉയർത്തിയ നിലപാടുകൾ, ആ നിലപാടുകളിൽ തന്നെ ഊന്നിയുള്ള അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഇതിനുള്ള അംഗീകാരമായിരുന്നു ന്യൂയോർക്ക് പോലുള്ള ഒരു മഹാനഗരം അദ്ദേഹത്തിന് നൽകിയത്. അത് അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുമ്പോഴും ആ വേറിട്ട വഴിയിലൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ന്യൂയോർക്ക് നഗരം പുതുവർഷത്തെ വരവേൽക്കുന്നതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. 2 സത്യപ്രതിജ്ഞകളാണ് ഉണ്ടാവുക. അതായത് ആദ്യം ഒരു സ്വകാര്യ സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാകും, അതിനുശേഷമായിരിക്കും ഔദ്യോഗിക പരിപാടിയിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുണ്ടാവുക. കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലായി ന്യൂയോർക്കിലെ സത്യപ്രതിജ്ഞ ഇങ്ങനെയാണ്, 2 തവണയാണ് നടക്കുന്നത്. എന്തായാലും അദ്ദേഹം തിരഞ്ഞെടുത്ത വഴികളും ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ഒന്ന്, ഒരു പഴയ സബ്വേയിലാണ് അദ്ദേഹം ഈ ചടങ്ങിന് ആയി നിശ്ചയിച്ചിരിക്കുന്നത്. 1904 നിർമ്മിക്കപ്പെട്ട് 1945 ഉപേക്ഷിക്കപ്പെട്ട ഒരു സബ്വേ സ്റ്റേഷനാണിത്. പക്ഷേ ഈ സബ്വേ സ്റ്റേഷൻ അദ്ദേഹം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ന്യൂയോർക്ക് നഗരത്തിൻ്റെ പഴയ പ്രതാപകാലത്തെ അത് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അധ്വാനിക്കുന്ന ജനവർഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ സൂചിപ്പിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മുസ്ലിംകളുടെ അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ കയ്യിൽ പിടിച്ചായിരിക്കും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ്. ന്യൂയോർക്ക് പോലുള്ള നഗരമാണ്, നമുക്കറിയാം, ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു മേയറാണ് അദ്ദേഹം, അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. അത്തരത്തിലുള്ള അദ്ദേഹം ഒരു കുടിയേറ്റക്കാരനും മുസ്ലിം വിശ്വാസിയുമാണ് കൂടിയാണ്, ഇസ്ലാം മത വിശ്വാസി കൂടിയാണ്. അങ്ങനെ ഒരാൾ സ്ഥാനമേറ്റെടുക്കുമ്പോൾ അമേരിക്കയിൽ ന്യൂനപക്ഷങ്ങൾക്കും അതോടൊപ്പം തന്നെ കുടിയേറ്റക്കാർക്കും കൂടുതൽ സുരക്ഷിതത്വവും അവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാനും ഉള്ള ആ ഒരു ഉറപ്പ് കൂടി നൽകുന്ന, അതിനു വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അദ്ദേഹം കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ന്യൂയോർക്കിലെ സമയം ഏതാണ്ട് 10 മണിയായിട്ടുണ്ട്. 2 മണിക്കൂർ കൂടിയാണ് ന്യൂയോർക്ക് നഗരം അതിൻ്റെ പുതിയ നഗരപിതാവിനെ തെരഞ്ഞെടുക്കാനുള്ള സമയമുള്ളത്. മാത്രമല്ല, അതിനുശേഷം നടക്കുന്ന വൈകിട്ടോടുകൂടി നടക്കുന്ന പരിപാടിയിൽ സെനറ്റർ ബേർണി സാൻഡേഴ്സ് അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ സൊഹ്റാൻ മംദാനിയുടെ എക്കാലത്തെയും അടുത്ത അല്ലെങ്കിൽ വലിയ പിന്തുണ നൽകുന്ന വ്യക്തി കൂടിയാണ് ബേർണി സാൻഡേഴ്സ്. അദ്ദേഹവും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ അരുൺ കുമാർ, താങ്ക് യു. അപ്പോൾ ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സൊഹ്റാൻ മംദാനി അമേരിക്കയുടെ ന്യൂയോർക്കിൻ്റെ ഗവർണറായിട്ട് ചുമതല ഏറ്റെടുക്കാൻ പോകുന്നു. അതും ഖുറാനിൽ കൈവച്ച് ഒഴിഞ്ഞുകിടക്കുന്ന പ്രവർത്തനരഹിതമായ ഒരു സബ് സ്റ്റേഷനിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്.